ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ. വൈശാഖ മാസത്തിൽ വരുന്ന അക്ഷയ തൃതീയ വളരെയധികം ശുഭകരവും പുണ്യകരവുമായിട്ടുള്ള ദിവസമാണ്. ഈ അക്ഷയ തൃതീയയുടെ അന്ന് നമ്മൾ ചെയ്യുന്ന ശുഭകാര്യങ്ങള്, ദാനം, ധർമ്മം, ഇതൊക്കെ വളരെയധികം ഭാഗ്യങ്ങൾ നമുക്ക് നേടിത്തരും. അക്ഷയ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത് എന്നാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട് ആ ദിവസം നമ്മൾ അക്ഷയ പാത്രം ഉണ്ടാക്കിയിട്ട് അക്ഷയ യോഗത്തിനായി മഹാലക്ഷ്മിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഭഗവതിയെ ആരാധിക്കുകയാണെങ്കിൽ നമുക്ക് ആ വർഷത്തിലുടനീളം നല്ല ജീവിത പുരോഗതിയും സാമ്പത്തിക നേട്ടവും വിദ്യാപുരോഗതിയും സർവ്വ ഐശ്വര്യങ്ങളും നൽകി ഭഗവതി നമ്മളെ അനുഗ്രഹിക്കും. അപ്പൊ ഈ അക്ഷയ പാത്രം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അക്ഷയ പാത്രം ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങള്: കുറച്ച് അരി എടുക്കണം, നല്ല കുറച്ച് വെളുത്ത അരി എടുക്കുക, കുറച്ച് മല്ലി എടുക്കണം, അതുപോലെ തന്നെ മഞ്ഞള്, ഒരു അടയ്ക്ക, ഗോമതി ചക്രം, കിഴി കെട്ടി വെക്കാനായിട്ട് ഒരു മഞ്ഞയോ ചുവന്നതോ ആയിട്ടുള്ള ഒരു ചെറിയ തുണി എടുക്കുക. ഒരു താല എടുത്തിട്ട്, അല്ലെങ്കിൽ ചെറിയൊരു ബൗളോ ഒരു ഉരുളിയോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. അതിൽ നിങ്ങൾ ആദ്യം അരി ഇട്ട് കൊടുക്കുക. ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന മന്ത്രം പറഞ്ഞുകൊണ്ട് അരി ഇട്ട് കൊടുക്കുക. ഈ അരിയുടെ മുകളിലായിട്ട് മല്ലി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾ, ഭഗവതിയുടെ നാമം ചാണ്ടിയതുകൊണ്ട് ഇതൊക്കെ ചെയ്യുക. ഇനി ഇതിലേക്ക് അടയ്ക്ക, ഇനി ഗോമതി ചക്രം. ഇത് ഇത്രയും ഇട്ടതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നിങ്ങളൊരു ദീപം തെളിയിച്ചു വെക്കണം. അതുപോലെ ഒരു മൺചിരാത് തെളിയിച്ച് വെച്ചിട്ട് ഇത് നിങ്ങൾ മഹാലക്ഷ്മിയുടെ ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിനോ മുന്നിൽ നിന്നുകൊണ്ട് ഭഗവതിയെ ഇങ്ങനെ ആരതി എടുക്കുക. 108 തവണ ഓം ശ്രീ മഹാലക്ഷ്മി എന്ന മന്ത്രം ചാണ്ടിയതുകൊണ്ട് ഈ അക്ഷയ പാത്രമായി ഇത് സങ്കല്പിച്ച് ഭഗവതിയുടെ മുന്നിൽ വെക്കുക. അന്നത്തെ ദിവസം മുഴുവൻ ഇത് എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല. എന്നാൽ അന്ന് ദിവസം മുഴുവൻ ഈ ദീപം തെളിയേണ്ട ആവശ്യമില്ല. ഇത് തീരണ സമയത്ത്, എണ്ണ തീരണ സമയത്ത് അണഞ്ഞു പോയിക്കോട്ടെ. പക്ഷെ ഈ നമ്മൾ വെച്ചിട്ടുള്ള ഈ സാധനങ്ങൾ, ഈ പാത്രം ഇതുപോലെ ഭഗവതിയുടെ മുന്നിൽ വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ നിങ്ങൾ കുളിച്ച് ശുദ്ധമായിട്ട് അതിനെ ഈ മഞ്ഞപ്പട്ടില് അല്ലെങ്കിൽ ചുവന്ന പട്ടില് കെട്ടി കിഴിയായിട്ട് കെട്ടിയിട്ട് ഇത് നിങ്ങൾ നിങ്ങളുടെ പണം വെക്കുന്ന ഷെൽഫിൽ വെക്കുക. ഒരു വർഷക്കാലത്തോളം, അതായത് അടുത്ത അക്ഷയ തൃതീയ വരെ നിങ്ങൾ ഇത് എടുക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കണം. ഇനി അന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ദാനം ചെയ്യുക. അന്നത്തെ ദിവസത്തില് നല്ല കാര്യങ്ങൾ, ശുഭകരമായിട്ടുള്ള വസ്തുക്കൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നത് വളരെ ശുഭകരമാണ്. അതായത് ചെമ്പ് പാത്രം അല്ലെങ്കിൽ മൺപാത്രങ്ങള്, വെള്ളി പാത്രങ്ങള്, അതുപോലുള്ള കുടം. അതൊരു കുട ആണെങ്കിൽ വളരെ ഉത്തമം. അതിനൊന്നും സാധിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ കുറച്ച് അരിയോ മഞ്ഞളോ അല്ലെങ്കിൽ കുറച്ച് മല്ലിയോ ഇങ്ങനെയുള്ള സാധനങ്ങൾ അന്നത്തെ ദിവസം വാങ്ങിക്കുക. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.